പഴയകാല ഓർമ്മകളെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. വർഷങ്ങൾ പഴക്കമുള്ള ചിത്രങ്ങളും വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കാണുമ്പോൾ പഴയ കാലഘട്ടത്തിൽ നിന്നും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിലുള്ള മാറ്റത്തെക്കുറിച്ച് പലപ്പോഴും അത്ഭുതം കൂറാറുണ്ട്. അത്തരം നയനാതുരമായൊരു കാഴ്ച കാണാനാണ് മഅ്ദിൻ അപ്ഡേറ്റ്സ് ടീം മലപ്പുറം വടക്കേമണ്ണയിലുള്ള ഒരു വീട്ടിലേക്ക് എത്തിയത്. കൂടുതൽ വിശേഷങ്ങൾ ഹാരിഫ് എന്നിയൂരിൻ്റെ റിപ്പോർട്ടിലൂടെ കാണാം. പഴയകാല ശേഖരങ്ങളെ സ്നേഹിച്ച് പൊന്നുപോലെ സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരൻ മഅ്ദിൻ പൂർവ്വ വിദ്യാർത്ഥി ഷാഹിദ് ഫാദിലി. പഴയകാല പത്ര കട്ടിങ്ങുകൾ, മാസികകൾ, വാരികകൾ, 100-ൽ പരം രാജ്യങ്ങളിലെ കറൻസികൾ, നാണയങ്ങൾ, ഷാഹിദിൻ്റെ അലമാരകൾ ഈ ഹൃദയശേഷിപ്പിൽ കൃതാർത്ഥരാണ്. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങിയ ഈ ചരിത്രശേഖരണങ്ങൾ അമൂല്യനിധികളാകുമെന്ന് ഷാഹിദ് സ്വപ്നേ പിന്നിനെച്ചെന്ന് വരില്ല. മകൻ്റെ അഭിരുചി കണ്ടറിഞ്ഞ് വളം നൽകുന്ന ഉപ്പയും ഉമ്മയും ഉണ്ടാകുമ്പോൾ മരത്തിൻ്റെ വളർച്ചയ്ക്കെന്തു പഞ്ചം. ഞാൻ ഹൈസ്കൂൾ പഠനകാലത്ത് ഒരിക്കലും ഇവിടെ റിസാല സ്ഥിരമായിട്ട് വായനക്കാരുള്ളത്. ഉപ്പ പഴയ കാലത്തെ സംഘടനയിൽ സജീവമായ പ്രവർത്തകനായിരുന്നു. എറണാകുളം താലൂക്കിൻ്റെ മുൻ സെക്രട്ടറിക്കായിരുന്നു ഉപ്പ. അപ്പോൾ ഉപ്പ ഒരിക്കൽ ഈ റിസാലൊക്കെ കൂടി ഞാനിങ്ങനെ വീട്ടിൻ്റെ മൊത്തമായിട്ട് ഇങ്ങനെ നിരത്തിയിട്ട് ഒരു 100-500ഓളം റിസാലകൾ ഞാൻ പുറത്ത് നിരത്തിയിട്ട് അതിൽ നിന്നിങ്ങനെ ഈ പഴയകാല നമ്മളെ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ആലിമീങ്ങളുടെ അനുസ്മരണ പേജുകളുണ്ടായിരുന്നു, നമ്മളെ ഉസ്താദുമാർ എഴുതിയത് തന്നെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഒരു പുസ്തകമാക്കണം എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഞാനത് പറിച്ചെടുത്ത് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഉപ്പാൻ്റെ ഇരുന്നാണ് ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തിനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. ഉപ്പയുടെയും ഉമ്മയുടെയും പ്രോത്സാഹനം ഷാഹിദിന് മുതൽക്കൂട്ടായി. ബൈൻഡ് രൂപത്തിലാക്കാനും മറ്റുമൊക്കെ ഉപ്പയുടെ സഹായം ഷാഹിദിനെ മനം കുളിർപ്പിച്ചു. പിന്നീട് വലിയുപ്പയുടെ അനിയൻ്റെ മകൻ അബ്ദുസമദ് എന്നവരുടെ ശേഖരണത്തിലുണ്ടായിരുന്ന പഴയകാല ഫോട്ടോസുകളും പേപ്പറുകളും സുവനീറുകളുമൊക്കെ ഷാഹിദ് ഫാദിലിയുടെ ശേഖരണത്തിലേക്ക് ചേക്കേറി. പഴയകാല ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ മരണപ്പെട്ട ദിവസത്തെ പേപ്പറുകളുണ്ട്. അതൊക്കെ മൂപ്പര് മുഖാന്തരം എനിക്ക് ലഭിച്ചതാണ്. ഉപ്പയുടെ അനിയൻ ബാപ്പു എന്നവർ മുഖേനയാണ് പഴയകാല കറൻസികളും നാണയങ്ങളും ഷാഹിദിൻ്റെ ശേഖരണത്തിലെത്തുന്നത്. അപ്പം അങ്ങനെ ഈ രൂപത്തിൽ നമ്മളങ്ങനെ വളർന്നു വന്നപ്പോൾ പിന്നെ ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഇറങ്ങുന്ന പേപ്പറുകൾ, അതേപോലെ തന്നെ മിക്ക രാജ്യങ്ങളിലെ കറൻസികൾ ശേഖരിക്കുക എന്നുള്ളൊരു സ്വഭാവം നമ്മളിലേക്ക് എത്തി. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലെ കോയിൻസുകൾ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധിനിവേശ കാലത്തുള്ള കോയിൻസുകൾ, ഇന്ത്യയിൽ നിലവിലുള്ളതും ഇല്ലാത്തതുമായ കറൻസികൾ, 100-ൽ പരം രാഷ്ട്രങ്ങളിലെ കറൻസികളും നാണയങ്ങൾ, രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖരുടെ വിയോഗവാർത്തകൾ, സ്പെഷ്യൽ കോളങ്ങൾ. ഷാഹിദ് ഫാദിലിയുടെ ശേഖരണം അപൂർവ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും വിവിധ രാജ്യങ്ങളിലെയും പത്രങ്ങൾ, കേരളത്തിൽ നടന്ന ദുരന്ത വാർത്തകൾ, സമ്മേളന പോസ്റ്ററുകൾ, നോട്ടീസുകൾ, പഴയകാല സമ്മേളനങ്ങളിലെ ചിത്രങ്ങൾ, പഴയകാല മാസികകൾ, വാരികകൾ, സപ്ലിമെൻറ്റുകൾ, 155 കൊല്ലം മുമ്പുള്ള കുടുംബവുമായി ബന്ധപ്പെട്ട 10-ലധികം ആധാരങ്ങൾ തുടങ്ങിയവ ഷാഹിദ് ഫാദിലിയുടെ ശേഖരണത്തിൽ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. ഇതിലേക്കൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാർ ഒരുപാട് ആളുകൾ, ഇപ്പോൾ നമ്മളെ കൂടൂരുള്ള നമ്മളൊരു സലാം എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, അവരൊക്കെ നമ്മളതേപോലെ സഹായിച്ചു, സഹകരിച്ചു. അതിലൊക്കെ എക്സ്ട്രാ ഉള്ള സാധനങ്ങൾ നമുക്ക് തന്ന് സഹായിക്കും. പിന്നെ കാര്യമായിട്ട് നമ്മളിതൊക്കെ ഒരു നല്ല ഫയലായിട്ട് സൂക്ഷിച്ചു വെക്കും. ചരിത്ര വായനയിലും പഠനത്തിലും അതീവ തൽപരനാണ് ഷാഹിദ് ഫാദിലി. തൻ്റെ മലപ്പുറം പ്രദേശത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ചെറിയ സംക്ഷിപ്ത രൂപം പുസ്തകമായി പുറത്തിറങ്ങാനിരിക്കുകയാണ്. നിലവിലിത് കൂടാതെ നമ്മൾ ചരിത്രം വായിക്കുകയും ചരിത്രം അന്വേഷിക്കുകയും നമ്മുടെ മലപ്പുറത്തിൻ്റെയും മലബാറിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രം, കേരളത്തിൻ്റെ ചരിത്രമൊക്കെ ഇന്നലകളെക്കുറിച്ച് ഇങ്ങനെ വായിക്കാനും അതിനെക്കുറിച്ച് കേൾക്കാനും അതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് ചെറിയ ചെറിയ കുറിപ്പുകളായി
എഴുതാനൊക്കെ ഒരു താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വർഷങ്ങളായി മലപ്പുറത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ചെറിയ പുസ്തകമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ 24-ാം തീയതി മലപ്പുറം ദേശത്തിൻ്റെ ഇന്നലകൾ എന്നുള്ള രൂപത്തിൽ മലപ്പുറത്തിൻ്റെ വ്യാപാര നഗര സമര പോരാട്ടങ്ങളുടെ, മലപ്പുറം നേർച്ചയുടെ, മലപ്പുറത്തിൻ്റെ ദേശ നാമങ്ങളെക്കുറിച്ച്, സ്ഥലനാമങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ മലപ്പുറത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചെറിയ കൃതി ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 24-ാം തീയതി മലപ്പുറം നൂറാടി റോസ് ലോഞ്ചിൽ വെച്ച് നമ്മൾ പുസ്തകം പ്രകാശനം നടത്തുന്ന എല്ലാ കൂട്ടുകാരും അത് വാങ്ങി നമ്മുടെ ഇന്നലകളെക്കുറിച്ചുള്ള ചരിത്രം അറിയണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ യുവതലമുറക്കും ചരിത്രാന്വേഷണ കുതികൾക്കും ഷാഹിദിൻ്റെ ഈ ശേഖരണം ഏറെ മാതൃകാപരമാണ്. ഇന്നലകളുടെ കഥ പറഞ്ഞു തീരാതെ ഷാഹിദ് ഫാദിലിയുടെ അലമാരയറകൾ ഉറക്കെ ഉറക്കെ ശബ്ദിക്കുന്നുണ്ടാകും. ന്യൂസ് ഡെസ്ക് മദീന അപ്ഡേറ്റ്സ്.